ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാണിക്കുന്നത് തണ്ണിമത്തൻ കൊണ്ട് എങ്ങനെയാണ് ഒരു സാലഡ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് ചെറിയ മധുരവും എരിവും പുളിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കി കഴിക്കാം. എപ്പോഴും വറുത്തതും പൊരിച്ചതൊക്കെ സ്നാക്കിന് കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ ഞാനിതിനു വേണ്ടി ഈ ഒരു പീസിൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 4 ആക്കി മുറിച്ചൊരു തണ്ണിമത്തൻ്റെ പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊന്ന് കൂട്ടിയും കുറച്ചും എടുക്കണം. അപ്പോൾ ഞാൻ മുറിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, നോക്കാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഞാനൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അത് ഭയങ്കര തിന്നായിട്ട് അരിയാൻ നോക്കണം, അല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സവാളയുടെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഞെട്ടിൻ്റെ അവിടെ വരുന്നത്, അത് റിമൂവ് ചെയ്യണം, അത് മറക്കരുത്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും പിന്നെ ഒരു 2-3 ഇതള് പുതിന ഇല അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരുടെയും പുളിയുടെ അനുസരിച്ച് അത് കൂട്ടിയും കുറച്ച് കൊടുക്കണം. എനിക്കൊരു മീഡിയം ലെവലിലുള്ള പുളി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ. കുറച്ചുകൂടി പുളി ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ നാരങ്ങ എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഉപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇത് രണ്ടും അല്ലാതെ വേറെ ഓയിലൊന്നും ഇതിന് സ്യൂട്ടാവില്ല. ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള വാട്ടർമെലനും പിന്നെ സവോളയും പച്ചമുളക്, മിൻറ്റ് ലീവ്സ്, കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഓയിൽ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. പക്ഷേ കഷ്ണങ്ങളൊന്നും ഉടയാതെ വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇപ്പോൾ ഒരു സ്കൂപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതൊരു ഈസി വേർഷനാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിന് മുന്നേ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അഭിപ്രായം എന്നോട് പറയാനും മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുപോലെ ബൈ ആൻഡ് ലോഡ്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.